ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ തമ്പനയിൽ കണ്ടതാണ് അല്ലേ, രണ്ട് വാക്കുകൾ ബിസൈഡ് ആൻഡ് ബിസൈഡ്സ്. ബിസൈഡ് ആൻഡ് ബിസൈഡ്സ് ഈ രണ്ട് വാക്കുകളും കേൾക്കുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നുമെങ്കിലും രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള അർത്ഥമുള്ള രണ്ട് വാക്കുകളാണ്. നമുക്ക് പെട്ടെന്ന് ഇത് പറഞ്ഞു പോകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു വ്യത്യാസവും തോന്നില്ല, ഒരു വാക്ക് തന്നെയാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ രണ്ട് വാക്കുകളും ഡിഫറൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം, എന്താണ് ഇവ തമ്മിലുള്ള അർത്ഥത്തിലുള്ള മാറ്റം, എവിടെയാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്, ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുമുമ്പ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് വാക്കുകൾ, രണ്ട് സുന്ദരമായ വാക്കുകൾ ബിസൈഡ് ആൻഡ് ബിസൈഡ്സ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു വാക്കിൻ്റെ കൂടെ ഒരു എസ് മാത്രം കൂടുതലുണ്ട് അല്ലേ. ബിസൈഡ് ബിസൈഡ്സ് എസ് മാത്രം കൂടുതലുള്ളൂ. പക്ഷേ ആ ഒരു എസ്സിൻ്റെ കൂടുതൽ കൊണ്ട് രണ്ട് വാക്കുകളുടെയും അർത്ഥം വളരെ ഡിഫറൻ്റായി മാറുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ് ബിസൈഡ്, എന്താണ് ബിസൈഡ്സ്. ഓക്കെ, ഈ രണ്ട് വാക്കുകൾക്കും ഒരു സെയിം പ്രത്യേകത ഉണ്ട്, ഒരുപോലുള്ളൊരു പ്രത്യേകത ഉണ്ട്. ഈ രണ്ട് വാക്കുകളും ഇംഗ്ലീഷ് പ്രിപ്പോസിഷൻസിൽ പെടുന്നതാണ്, പ്രിപ്പോസിഷൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷേ ഒരു വാക്ക് നമുക്ക് അഡ്വർബായിട്ട് ഉപയോഗിക്കാം. യെസ്, ബിസൈഡ് എന്നുള്ള വാക്ക് പ്രിപ്പോസിഷനാണ്, ബിസൈഡ്സ് എന്നുള്ള വാക്ക് പ്രിപ്പോസിഷനുമാണ്, അഡ്വർബുമാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം ആദ്യം ഇവ തമ്മിലുള്ള ആ ഒരു അർത്ഥത്തിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ബിസൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് അടുത്ത്, നെക്സ്റ്റ് ടു, തൊട്ടടുത്ത, നിയർ എന്നൊക്കെ പറയില്ല, നമ്മളൊരു ലൊക്കേഷൻ പറയാൻ വേണ്ടിയിട്ട്, ഒരു പ്ലേസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിസൈഡ് ഉപയോഗിക്കുന്നത്. അടുത്ത് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട്, നെക്സ്റ്റ് ടു, അടുത്ത് എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിസൈഡ് ഉപയോഗിക്കുന്നത്. എന്നാൽ ബിസൈഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടല്ല, ഒരുപോലെ തോന്നുമെങ്കിലും ഇതിനു വേണ്ടിയിട്ടല്ല നമ്മൾ ബിസൈഡ്സ് ഉപയോഗിക്കുന്നത്. ബിസൈഡ്സിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇൻ അഡീഷൻ ടു, മോർ ഓവർ, അനദർ തിങ്, അതായത് അതിലുപരി, അതിനുമപ്പുറത്ത്, അതുകൂടാതെ എന്നൊക്കെ നമ്മൾ പറയില്ലേ. യെസ്, ഇത്തരം സാഹചര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നിടത്താണ് നമ്മൾ ബിസൈഡ്സ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. നോക്കണം നിങ്ങൾ, ഒരു എസ്സിൻ്റെ മാറ്റം കൊണ്ടാണ് ഈ രണ്ട് വാക്കുകൾ തമ്മിൽ ഇത്രയും വലിയൊരു ഡിഫറൻസ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. ഈ രണ്ട് വാക്കുകളും വാചകങ്ങളിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും, അപ്പോൾ നമുക്ക് അർത്ഥം എങ്ങനെയാണ് വരുന്നത് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ബിസൈഡ് എന്നുള്ള വാക്കിൻ്റെ കുറച്ച് എക്സാമ്പിളുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിളുകളിലേക്ക് പോവാം. ഇപ്പോൾ ഒരാൾ ഇങ്ങനെ പറയാണ്, ഒരു ക്ലാസ് റൂമിനെ കുറിച്ച് പറയാണ്. അവിടെ ലെന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും റിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും അവർ ക്ലാസ് റൂമിൽ അടുത്തടുത്താണ് ഇരിക്കുന്നത്, തൊട്ടടുത്താണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് പറയണം. യെസ്, ലെന ആൻഡ് റിയ സിറ്റ് ബിസൈഡ് ഈച്ച് അതർ ഇൻ ദി ക്ലാസ് റൂം. ലെന ആൻഡ് റിയ സിറ്റ് ബിസൈഡ് ഈച്ച് അതർ ഇൻ ദി ക്ലാസ് റൂം. ലെനയും റിയയും ക്ലാസ്സിൽ അടുത്തടുത്താണ് ഇരിക്കുന്നത്, അടുത്താണ് ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ബിസൈഡ് ആണ്. ലെന ആൻഡ് റിയ സിറ്റ് ബിസൈഡ് ഈച്ച് അതർ ഇൻ ദി ക്ലാസ് റൂം. ഓക്കെ ആണോ? ഇപ്പോൾ ഒരാൾ ഇങ്ങനെ പറയാണ്, ഞാൻ രാത്രിയിൽ കിടക്കാൻ നേരത്ത് എൻ്റെ സ്മാർട്ട് ഫോണ് എൻ്റെ ബെഡിനടുത്താണ് വെക്കുന്നത്. ബെഡിന് അടുത്താണ് വെക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് അല്ലേ. ഞാൻ കിടക്കുന്ന സമയത്ത് രാത്രിയിൽ എൻ്റെ ബെഡിനടുത്താണ് എൻ്റെ സ്മാർട്ട് ഫോൺ വെക്കുന്നത്, ബെഡിനടുത്താണ്. യെസ്, ഇവിടെ നമ്മൾ ബിസൈഡാണ് ഉപയോഗിക്കുന്നത്. ഐ പ്ലേസ് മൈ സ്മാർട്ട് ഫോൺ ബിസൈഡ് മൈ ബെഡ് എവറി നൈറ്റ്. ഐ പ്ലേസ് മൈ സ്മാർട്ട് ഫോൺ ബിസൈഡ് മൈ ബെഡ് എവറി നൈറ്റ്. എല്ലാ രാത്രിയിലും കിടക്കാൻ നേരത്ത് ഞാൻ എൻ്റെ സ്മാർട്ട് ഫോണ് എൻ്റെ ബെഡിനടുത്താണ് പ്ലേസ് ചെയ്യുന്നത്, വെക്കുന്നത്. ഇവിടെ നമ്മൾ ബിസൈഡാണ് ഉപയോഗിച്ചത്. ഓക്കെ, ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഡിന്നറിന് നിനക്ക് എൻ്റെ അടുത്ത് ഇരിക്കാമോ? ഡിന്നർ കഴിക്കുന്ന സമയത്ത് നിനക്ക് എൻ്റെ അടുത്ത് ഇരിക്കാമോ എന്ന് ചോദിക്കുകയാണ്. യെസ്, നമുക്ക് വേണമെങ്കിൽ ഇവിടെയും നമുക്ക് ബിസൈഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. വിൽ യു സിറ്റ് ബിസൈഡ് മീ അറ്റ് ഡിന്നർ? വിൽ യു സിറ്റ് ബിസൈഡ് മീ അറ്റ് ഡിന്നർ? ഡിന്നറിന് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇരിക്കാമോ? വളരെ ഫ്രണ്ട്സ് ആയിരിക്കും, അടുത്തിരുന്ന് കഴിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറയാണ്, വിൽ യു സിറ്റ് ബിസൈഡ് മീ അറ്റ് ഡിന്നർ? ഡിന്നറിന് നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാമോ, എൻ്റെ അടുത്ത് ഇരിക്കാമോ? ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ബിസൈഡാണ് ഉപയോഗിച്ചത്. ഇനി പറയാനുള്ളൊരു കാര്യം, ബിസൈഡ് നമ്മൾ ഉപയോഗിക്കുന്ന അതേ പ്ലേസിൽ
നെക്സ്റ്റ് ടു എന്ന് നമ്മൾ മാറ്റിയിട്ട് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഐഡന്റിറ്റിക്കലാണ്. നമുക്ക് ആ അർത്ഥത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും നമുക്ക് തോന്നില്ല. ആ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ടു വെച്ചിട്ടും പറയാൻ പറ്റും, ബിസൈഡ് വെച്ചിട്ടും നമുക്ക് ഒരേ കാര്യം തന്നെ പറയാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബിസൈഡ്സ് കൊണ്ടുള്ള ചില എക്സാമ്പിളുകളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബിസൈഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടാതെ, അതിലുപരി, അതിനപ്പുറത്തായിട്ട് ഇങ്ങനെയുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചില എക്സാമ്പിളുകൾ നോക്കാം. ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, ടോമിനെ കൂടാതെ ആരൊക്കെയാണ് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാത്തത്? ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ടീച്ചേഴ്സ് അല്ലേ. ടോമിനെ കൂടാതെ ആരൊക്കെയാണ് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാത്തത് എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമുക്കവിടെ ബിസൈഡ്സ് എന്ന് പറയാം. കാരണം ടോമിനെ കൂടാതെ എന്ന് പറഞ്ഞില്ലേ, അവിടെ നമ്മൾ ബിസൈഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് ആ വാചകം നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ബിസൈഡ്സ് ടോം ഹൂ എൽസ് ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ദെയർ പ്രൊജക്റ്റ്. ബിസൈഡ്സ് ടോം ഹൂ എൽസ് ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ദെയർ പ്രൊജക്റ്റ്. ടോമിനെ കൂടാതെ ആരൊക്കെയാണ് അവരുടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാത്തത്? ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാണ്, ഒരേ രീതിയിലുള്ള രണ്ട് കാരണങ്ങൾ നമ്മൾ പറയാണ്, രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയാണ്. ആ സമയത്തും നമുക്ക് ഇത്തരത്തിൽ പറയാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ പറയാണ് അവൾ ഭയങ്കര ടയേർഡാണ്, കൂടാതെ അവളുടെ കാലിന് ഭയങ്കര വേദനയുണ്ട്. ആൾ ഭയങ്കര ടയേർഡായിട്ടുണ്ട്, കൂടാതെ അവളുടെ കാലിന് ഭയങ്കര വേദനയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ചതായിരിക്കും. അപ്പോൾ അതിന് റീസൺ പറയാണ്. അപ്പോൾ അതിനൊരു സ്ട്രോങ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ അവർ വിശ്വസിക്കൂല. അതുകൊണ്ട് ഇങ്ങനെ പറയണം, അവൾ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്, മാത്രമല്ല അവളുടെ കാലിന് ഭയങ്കര വേദനയുണ്ട്, മാത്രവുമല്ല അവളുടെ കാലിന് നല്ല വേദനയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നിടത്ത് നമുക്ക് ബിസൈഡ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വാചകം നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: ഷീ ഈസ് വെരി ടയേർഡ്, besides she has hurt her knees. She is very tired, besides she has hurt her knees. അവൾ ഭയങ്കര ടയേർഡാണ്, കൂടാതെ അവളുടെ കാലിനൊരു വേദനയുണ്ട്. ഷീ ഈസ് വെരി ടയേർഡ്, ബിസൈഡ്സ് ഷീ ഹാസ് ഹർട്ട് ഹെർ നീസ്. കാലിന് വേദനയുണ്ട്. ഓക്കെ, ഇങ്ങനെയാണത് പറയുന്നത്. ഇപ്പോൾ ഒരാളെ പറ്റി ഇങ്ങനെ പറയാണ്, അയാൾക്കല്ലാതെ വേറെ ആർക്കും അത്തരത്തിലൊരു റിസ്ക് എടുക്കാൻ സാധിക്കില്ല, ഭയങ്കര സംഭവമാണ് ആള് അല്ലേ. ഇങ്ങനെ പറയാണ്, അയാളെ കൊണ്ടല്ലാതെ വേറൊരാളെ കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല, അയാളായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ. ഇങ്ങനെ പറയാണ്. ഇപ്പോൾ ഒരാൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ പറയാണ്, നിന്റെ ബ്രദറിനല്ലാതെ വേറെ ആർക്കും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നിന്റെ ബ്രദറിനല്ലാതെ വേറൊരാൾക്കും ഇങ്ങനെയൊരു റിസ്ക് എടുക്കാൻ സാധിക്കില്ല. യെസ്, ഈ ഒരു വാചകം പറയുന്നത് ഇങ്ങനെയാണ്: നോ വൺ ബിസൈഡ്സ് യുവർ ബ്രദർ ക്യാൻ ടേക്ക് സച്ച് റിസ്ക്സ്. നോ വൺ ബിസൈഡ്സ് യുവർ ബ്രദർ ക്യാൻ ടേക്ക് സച്ച് റിസ്ക്. നിന്റെ ബ്രദറിനല്ലാതെ വേറൊരാൾക്കും അത്തരത്തിലൊരു റിസ്ക് എടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: നോ വൺ ബിസൈഡ്സ് യുവർ ബ്രദർ ക്യാൻ ടേക്ക് സച്ച് റിസ്ക്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണത് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ് ഒരാൾ, ഫുട്ബോൾ അല്ലാതെ, ഫുട്ബോൾ കൂടാതെ മറ്റ് എന്ത് തരം ഗെയിമുകളൊക്കെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? ഫുട്ബോൾ അല്ലാത്ത വേറെ എന്തൊക്കെ ഗെയിമുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്? അല്ലെങ്കിൽ മ്യൂസിക്, പോപ്പ് സംഗീതമല്ലാതെ മറ്റെന്തൊക്കെ ടൈപ്പ് സംഗീതം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്? ഇങ്ങനെയൊക്കെ ചോദിക്കൂലേ നമ്മൾ? യെസ്, ഇതൊക്കെ എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ വാചകം, ഫുട്ബോൾ കൂടാതെ മറ്റെന്തൊക്കെ ടൈപ്പ് ഗെയിമുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ചോദിക്കുകയാണ്. അത് നമ്മൾ ബിസൈഡ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ചോദിക്കുന്നത്: വാട്ട് അതർ ടൈപ്സ് ഓഫ് ഗെയിംസ് ഡു യു ലൈക്ക് ബിസൈഡ്സ് ഫുട്ബോൾ? ഫുട്ബോൾ കൂടാതെ മറ്റ് എന്തൊക്കെ തരത്തിലുള്ള ഗെയിംസ് ആണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? വാട്ട് അതർ ടൈപ്സ് ഓഫ് ഗെയിംസ് ഡു യു ലൈക്ക് ബിസൈഡ്സ് ഫുട്ബോൾ? ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ട് കാര്യങ്ങളാണ്, ബിസൈഡ് ആൻഡ് ബിസൈഡ്സ്. രണ്ടും ഒരുപോലെ തോന്നുമെങ്കിലും രണ്ടും ഡിഫറെൻറ്റ് മീനിങ്സ് ഉള്ള രണ്ട് വേർഡ്സ് ആണ്. ഒരു വേർഡിൻ്റെ അവസാനം ഒരു എസ് കൂടുതലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ആ ഒരു എസ് കൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം എൻറ്റയർലി ഡിഫറെൻ്റ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തായാലും ഈ കാര്യത്തിലുള്ള നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും